ശബരിമലയിൽ രാവിലെ മഴ പെയ്തതോടെ ഭക്തരുടെ തിരക്ക് കുറഞ്ഞു. മഴ കുറഞ്ഞതിന് പിന്നാലെ തിരക്ക് അനുഭവപ്പെട്ടു. ഇന്നലെ 71,438 പേരാണ് ദർശനത്തിനെത്തിയത്. കെ സി ഉണ്ണികൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സന്നിധാനത്ത് മഴയുള്ള കാലാവസ്ഥയാണ് ഇന്ന് അനുഭവപ്പെട്ടത്. രാവിലെ മഴ മൂലം വലിയ തിരക്ക് ഉണ്ടായില്ല. പുലർച്ചെ ഒരു തിരക്കുണ്ടായെങ്കിൽ പോലും പിന്നീട് മഴ പെയ്തിരുന്നു. മഴ പെയ്തതിന് പിന്നാലെ വലിയ രീതിയിലുള്ള തിരക്ക് പ്രകടമായിരുന്നില്ല എന്നതാണ് കാണാൻ കഴിഞ്ഞത്. നടപ്പന്തലിലും അതോടൊപ്പം തന്നെ ഫ്ലൈ ഓവറിലൊന്നും നീണ്ട നിരയൊന്നും ഇല്ലായിരുന്നു. പിന്നീട് മഴ തോർന്നതിന് ശേഷം കൂടുതൽ ആളുകൾ ദർശനത്തിനായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് തന്നെ വലിയ തിരക്കിൽ വലിയൊരു മാറ്റമൊന്നും ഇല്ല. എന്തായാലും തിരക്ക് കുറയുന്നൊരു സാഹചര്യം തന്നെയാണ് സന്നിധാനത്ത് കാണാൻ കഴിഞ്ഞത്. ഇന്ന് രാവിലെ വന്നേ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല സുഖമായിരുന്നു. ഇല്ല കഴിഞ്ഞ വന്നില്ല. ഞാൻ കഴിഞ്ഞ വർഷം വന്നായിരുന്നു. ഇക്കൊല്ലം നല്ല സുഖമായിരുന്നു. ദർശനം സുഖമായിരുന്നു, യാത്ര സുഖമായിരുന്നു, തിരക്കുണ്ടായില്ല. നല്ല 71,438 പേരാണ് കഴിഞ്ഞ ദിവസം ദർശനത്തിനായി ഇവിടെ എത്തിയത്. നിലവിൽ 18-ാം പടിയിലും കയറ്റുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയൊരു കുറവുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരക്കുള്ള ഘട്ടത്തിലെല്ലാം തന്നെ 75 മുതൽ 77 വരെ ആളുകളെയാണ് ഒരു മിനിറ്റിൽ കടത്തിവിട്ടുകൊണ്ടിരുന്നത്. തിരക്ക് കുറഞ്ഞ ഘട്ടത്തിൽ 35 മുതൽ 40 വരെ ആളുകളെയാണ് കടത്തിവിട്ടത്. എന്നാൽ ഇപ്പോഴും തിരക്ക് കുറവാണ്. അതുകൊണ്ട് ആളുകളുടെ ഒരു മിനിറ്റിൽ 18-ാം പടി കയറുന്ന ആളുകളുടെ എണ്ണത്തിലും ചെറിയൊരു കുറവുണ്ടായിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ മണ്ഡലപൂജയാണ് 26-നാണ് മണ്ഡലപൂജ. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ്. ഞങ്ങൾ 6 പേരാണ് വന്നത്. എല്ലാ കൊല്ലം വരാറുണ്ട്. കഴിഞ്ഞ തവണ വന്നിരുന്നു. ഇപ്പൊ അവിടെ കുറച്ചും കൂടി ബെറ്ററാന്നാ തോന്നുന്നത്, തിരക്കുണ്ടെങ്കിലും. കഴിഞ്ഞ തവണ ഭയങ്കര പോലീസുകാരൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ മണ്ഡലപൂജ കണക്കിലെടുത്ത് കൂടുതൽ ആളുകൾ ദർശനം എത്താനുള്ള സാധ്യതയുണ്ട്. 20 മുതൽ 26 വരെ അതുകൊണ്ട് വലിയൊരു തിരക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി അവധി ദിവസങ്ങളുണ്ട്. അതുകൂടി കണക്കിലെടുത്ത് കൂടുതൽ ആളുകൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ദർശനത്തിന് വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ വലിയ തിരക്ക് സന്നിധാനത്തില്ല എന്നത് തന്നെയാണ് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം 71,438 പേർ ദർശനത്തിന് എത്തുന്നു. അതിന് മുമ്പത്തെ ദിവസങ്ങളിൽ ഏറ്റവും കുറവ് ആളുകൾ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ദർശനത്തിനെത്തിയത്. എന്തായാലും വലിയൊരു തിരക്കില്ല. അതോടൊപ്പം തന്നെ തിരക്കുള്ള ഘട്ടത്തിൽ പോലും വലിയൊരു ബുദ്ധിമുട്ട് ദർശനത്തിന് ഉണ്ടാവുന്നില്ല എന്നതാണ് പ്രധാനമായും പറയാനുള്ളത്. ആ രീതിയിൽ തന്നെയാണ് സന്നിധാനത്തെ കാര്യങ്ങൾ. എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങൾ അതോടൊപ്പം തന്നെ എത്ര തിരക്കുണ്ടായാൽ പോലും അതിനെ നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ സന്നിധാനത്ത് സജ്ജമാണ്. വലിയ ബുദ്ധിമുട്ടുകളൊന്നും തീർത്ഥാടകർക്ക് ദർശനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നില്ല എന്നതാണ് പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. എന്തായാലും വലിയ ഒരു നിര ഉണ്ടെങ്കിൽ പോലും അധികം നേരം ബുദ്ധിമുട്ടാതെ അധിക നേരം ആ ക്യൂവിൽ നിൽക്കാതെ തന്നെ ആളുകൾക്ക് ദർശനത്തിനെത്താൻ കഴിയുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. തീർത്ഥാടകരാരും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തുന്നില്ല. സുഗമമായി ദർശനം നടത്താൻ കഴിയുന്നു എന്ന് മാത്രമാണ് തീർത്ഥാടകരും പറയുന്നത്. എന്തായാലും കാലാവസ്ഥ അനുകൂലമാവുന്ന ഘട്ടത്തിൽ കൂടുതൽ ആളുകൾ ദർശനത്തിന് എത്താനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ ദർശനത്തിന് എത്തുമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡും അതോടൊപ്പം തന്നെ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ സന്നിധാനത്ത് സജ്ജമാണ്. ക്യാമറമാൻ ചാൾസ് അഗസ്റ്റിനൊപ്പം കെ സി ഉണ്ണികൃഷ്ണൻ, കേരള വിഷൻ ന്യൂസ്, സന്നിധാനം.